ഇയാൾ പുറത്ത് വിദേശത്തേക്ക് പോകുന്ന ഒരു പ്ലാൻ ഇങ്ങനെ അവരുടെ വീട്ടുകാർ മുഖാന നമുക്ക് വേറെ ഒരാൾ മുഖാന നമുക്ക് അറിഞ്ഞു. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ഇവന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കേസിനെ ബാധിക്കും, സർക്കാരിനും ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുഖ്യമന്ത്രി അടക്കം ഹൈക്കോടതിയിലും ഇങ്ങനെ ഒരു 7 പേർക്ക് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ DGP SP എല്ലാവർക്കും ഇങ്ങനെ ഒരു കത്തുകൾ നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കേസിനെ ബാധിക്കും, ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ അകത്ത് ആവശ്യപ്പെട്ടത് ഇവൻ്റെ വിസയും ഇവൻ്റെ പാസ്ബുക്കും റദ്ദ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് അവർ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിനെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ലെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു വാർത്തയിൽ ആണ് നമ്മൾ അറിയുന്നത്. അപ്പം കോടതി സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവനെ കോടതിയിൽ വന്ന് കോടതി പരിഗണനയിൽ നിൽക്കാൻ വേണ്ടി ഇവൻ കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നെന്നും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെയാണ് അറിയുന്നത്. അപ്പം അതിന് പ്രത്യേകിച്ച് ഞാൻ ഈ കോടതിക്ക് ജഡ്ജിമാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഈ വേളയിൽ. അതേപോലെ തന്നെ സർക്കാരിന് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി നമ്മൾ ഈ വേളയിൽ പറയുകയാണ്. അതുമാത്രമല്ല, ഇനി നമുക്കൊരു ഇപ്പോൾ ഒരു ആശ്വാസം നമുക്കുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടിലിരുന്ന് നമുക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷത്തിലാണിപ്പോൾ. പ്രതീക്ഷയുണ്ട് ഇനി നമുക്കൊരു നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്.